പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ. നമ്മുടെ പ്രിയപ്പെട്ട മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓർമ്മദിനം കഴിഞ്ഞ് അധിക ദിവസം പിന്നിടുന്നതിന് മുൻപ് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ആയിരുന്ന സഖാവ് VS നമ്മളെ വിട്ടുപിരിഞ്ഞു. രണ്ട് പേരും ഒരേ മാസത്തിൽ ജനിച്ച് ഒരേ മാസത്തിൽ തന്നെ നമ്മളോട് വിട പറഞ്ഞ ജനകീയ നേതാക്കന്മാരാണ്. 55 മണിക്കൂറിലധികം VSൻ്റെ ഭൗതിക ശരീരവുമായി വഹിച്ചുള്ള അനുശോചന ചടങ്ങുകൾ നീണ്ടുപോയി. ഉമ്മൻചാണ്ടിയുടേത് 72 മണിക്കൂറിൽ കൂടുതലായിരുന്നു ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള അനുശോചന ചടങ്ങുകൾ നീണ്ടുപോയത്. 72 മണിക്കൂറിൽ കൂടുതൽ ആണ് ന്യൂസുകളിൽ കാണിക്കുന്നത്. ഞാൻ ഇന്ന് വീണ്ടും അന്നുള്ള ന്യൂസുകളൊക്കെ കണ്ടു. VSൻ്റെ ഭൗതിക ശരീരം വഹിച്ചുള്ള യാത്രയിൽ തുടക്കത്തിലൊക്കെ അത്രയ്ക്ക് അങ്ങോട്ട് ആളുകൾ ഉണ്ടായിരുന്നില്ല. CPMൻ്റെ മുതിർന്നൊരു നേതാവായിരുന്ന നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന 100-ൽ കൂടുതൽ വയസ്സുള്ള VS അച്യുതാനന്ദൻ മരിക്കുമ്പോൾ ഉണ്ടാകേണ്ട ഒരു തിരക്കൊന്നും തുടക്കത്തിൽ കണ്ടില്ല. പക്ഷേ ചുടുകാട്ടിലേക്ക് അന്ത്യവിശ്രമത്തിന് എടുക്കുന്ന സമയം, AKG അവസാനമായിട്ട് പാർട്ടി ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന സമയം, അതിഭീകരമായിട്ടുള്ള ജനത്തിരക്കായിരുന്നു. ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയി ആ ജനത്തിരക്ക് കണ്ടിട്ട്. അത്രയ്ക്ക് അങ്ങോട്ട് ഭയങ്കര ജനത്തിരക്കായിരുന്നു. TV-യിൽ കാണുമ്പോൾ എനിക്ക് ശരിക്കും അത്രയും ആൾക്കൂട്ടം കണ്ടിട്ട് എനിക്ക് പേടി തോന്നി. പക്ഷേ തുടക്കം മുതൽ തന്നെ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭൗതിക ശരീരം അനുഗമിച്ച് ലക്ഷക്കണക്കിന് ആളുകളായിരുന്നു. 72 മണിക്കൂർ യാദൃശ്ചികമായിട്ട് നീണ്ടുപോയതാണ്. പദ്ധതിയിലുണ്ടായിരുന്നതേയല്ല അത്രയും സമയം. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പോൾ ഞാൻ വീണ്ടും ന്യൂസ് കണ്ടപ്പോൾ പല ചാനലുകളും CPM അനുഭാവമുള്ള ചാനലുകൾ പോലും അവർ റിപ്പോർട്ട് ചെയ്തത് ഉമ്മൻചാണ്ടിയുടെ ആ ഒരു ജനത്തിരക്ക് കണ്ടിട്ട്, ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം ഒരു നോക്ക് കാണാൻ വേണ്ടി വരുന്ന ഒരു ലക്ഷക്കണക്കിനുള്ള ജനത്തിരക്ക് കണ്ടിട്ട് അവർക്ക് പേടിച്ചു പോയി. ദാരുണമായ എന്തെങ്കിലുമൊക്കെ ആ ഒരു ജനത്തിരക്കിനിടയിൽ സംഭവിച്ചു പോകുമോ എന്ന് പല റിപ്പോർട്ടേഴ്സും പേടിച്ചു പോയി എന്ന് ന്യൂസിൽ എനിക്ക് കാണാനും കേൾക്കാനും പറ്റി. മനോരമയുടെ അവതാരകർ ജനത്തിരക്ക് കാരണം ബസ്സിൽ നിന്ന് ഇറങ്ങാൻ കഴിയാതെ ബസ്സിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തൊരു കാഴ്ച എനിക്ക് കാണാൻ കഴിഞ്ഞു. അത് ഞാൻ അന്നും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വീണ്ടും ഞാൻ ആ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ആ കാഴ്ച, ആ ഒരു റിപ്പോർട്ടിംഗ് ഒന്നും കൂടെ കണ്ടു. ജനത്തിരക്ക് കണ്ട് സഖാവ് VSൻ്റെ ജനത്തിരക്ക് കണ്ടിട്ട് ഗോവിന്ദൻ സാറ് പറഞ്ഞു, CPMന് അത്രയേറെ ജനപിന്തുണ സംസ്ഥാനത്ത് ഇപ്പോഴും ഉണ്ട്. CPMൻ്റെ ഒരു പിൻബലമാണ് അത് എന്നൊക്കെയാണ് ഗോവിന്ദൻ സാറ് അഭിപ്രായപ്പെട്ടത്. അതിന് പലരും മറുപടി പറയുന്നത് 2026 ഇലക്ഷൻ വരട്ടെ, ഞങ്ങൾ കാണിച്ചു തരാമെന്ന്. പല ആളുകളും കമൻ്റ് ഇട്ടിട്ടുണ്ട്, ഞാനൊരു സഖാവല്ല, പക്ഷേ ഞാൻ അവിടെ ചെന്നത് ഏറ്റവും മികച്ച കമ്മ്യൂണിസത്തിൻ്റെ അവസാന ആ ഒരു വേരിനെ കാണാൻ വേണ്ടി, അല്ലെങ്കിൽ ഏറ്റവും മികച്ചൊരു നേതാവിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് CPMൻ്റെ പിൻബലമായി കാണേണ്ടതില്ല എന്നാണ് ഭൂരിഭാഗം ആളുകളും അഭിപ്രായപ്പെടുന്നത്. CPMൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിൻ്റെ അവസാന വേരും അറ്റുപോയി. ഇനി ഇത്രയും മികച്ചൊരു നേതാവ് ഉണ്ടാവുക സംശയമാണ്. VSനെ പോലെ ഏറ്റവും മികച്ചൊരു നേതാവ് ഉണ്ടായാൽ CPMന് വീണ്ടും ഈ മണ്ണിൽ പുനർജനിക്കാം. എനിക്കും അത്രയേ പറയാനുള്ളൂ. അല്ലാതെ VSനെ പോലെ മികച്ചൊരു നേതാവിൻ്റെ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുത്ത ലക്ഷക്കണക്കിന് ജനങ്ങളെ കണ്ട് അതൊക്കെ നാളെ CPMൻ്റെ വോട്ടായി വരുമെന്ന് വ്യാമോഹം കാണേണ്ടതില്ല ഇപ്പോഴത്തെ CJP നേതാക്കന്മാർ. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാനിവിടെ പങ്കുവച്ചത്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണല്ലോ പറയാം. ഞാനൊരു കോൺഗ്രസ്സുകാരി ആയിരുന്നിട്ട് പോലും എനിക്ക് VS അച്യുതാനന്ദൻ സാറിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ ഒരുപാട്
സങ്കടം തോന്നി. ഇനി ഇതുപോലെയൊരു നേതാവ് ഉണ്ടാവുമോ എന്നത് സംശയമാണ്. പല താക്കീതുകളും VS പിണറായി സത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം അവർ വേണ്ട പോലെ സ്വീകരിച്ചിരുന്നുവെങ്കിൽ പിണറായി സത്തിന് ഒരു ചരമഗീതം രചിക്കേണ്ടി വരില്ലായിരുന്നു. എന്തായാലും CPMൻ്റെ വോട്ട് ബാങ്കാണ്, അല്ലെങ്കിൽ CPMന് കിട്ടേണ്ട വോട്ടാണ് VSൻ്റെ ഭൗതിക ശരീരത്തെ അനുഗമിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് ജനങ്ങളുടെ വരവോ അല്ലെങ്കിൽ ഒരു ജനത്തിരക്കോ എന്നൊന്നും വിചാരിക്കേണ്ടതില്ല. അങ്ങനെ വിചാരിക്കുന്നവർക്കുള്ള മറുപടി 2026 കിട്ടിക്കോളും. ഈ ഇളയവളുടെ പ്രണാമം പ്രിയപ്പെട്ട സഖാവ് VSന് നേർന്നുകൊണ്ട്, പ്രിയങ്കരനായ ഉമ്മൻചാണ്ടിക്ക് നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.